നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇത്രയും കാലം ചെയ്തു തന്ന, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം നന്ദിയുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മനോരമ ന്യൂസിനോട് പറഞ്ഞ വാചകങ്ങളാണിത്. നമുക്കറിയാം, ഇപ്പോൾ പ്രചാരണ സമയമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് സ്ഥാനാർത്ഥിയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം അദ്ദേഹം ഇപ്പോൾ എല്ലാ മുൻനിര ചാനലുകളിലും ഇന്റർവ്യൂവിന് എത്തുന്നുണ്ട്. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട്. അത്തരത്തിൽ മനോരമ ന്യൂസിലും എത്തി ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകി അവതാരകൻ ജോണി ലൂക്കോസ് ആയിരുന്നു. അവസാനം ജോണി ലൂക്കോസ്, അതായത് അവതാരകൻ, പറയുന്നു, എന്തായാലും അങ്ങ് പറഞ്ഞ നെല്ലും പതിരുമൊക്കെ തിരിച്ച് ജനം അത്തരത്തിലൊരു ഫലം തന്നെ തിരഞ്ഞെടുപ്പിൽ നൽകട്ടെ, ഞങ്ങളോട് സംസാരിച്ചതിന് വളരെയധികം നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് അത് വൈൻഡപ്പ് ചെയ്യാൻ ഇരിക്കുകയായിരുന്നു. അതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ മറുപടിയായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് ചിരിച്ചത്. തീർത്തും നമുക്കറിയാം, രാഷ്ട്രീയം, അതുപോലെ തന്നെ ഓരോ ചാനലുകളും കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ രീതികൾ, അതെല്ലാം കൂടി ഒന്നിച്ച് ഒരു മറുപടി മനോരമയ്ക്ക് മുഖ്യമന്ത്രി മറുപടി നൽകിയതാണ് എന്ന തരത്തിൽ ഇടത് ഫേസ്ബുക്ക് ഹാൻഡിലുകളിലൊക്കെ ഇത് ആഘോഷമാക്കി കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ആ മറുപടിയും ചിരിയുമെല്ലാം മനോരമയ്ക്കുള്ള ആജീവനാന്തം മനോരമ ചെയ്തതിനുള്ള മറുപടിയാണ് എന്ന തരത്തിലുള്ള വിശേഷണമൊക്കെ ഈ ചിരിക്കും മറുപടിക്കും വന്നു കഴിഞ്ഞു. പിണറായി വളരെ കുറച്ച് 1-2 വാക്കേ സംസാരിക്കൂ, പക്ഷെ അതിലെല്ലാം ഉണ്ട് കൊള്ളേണ്ടടുത്ത് കൃത്യമായി ആ വാക്കുകൾ കൊണ്ടിരിക്കും. ഇതല്ലേ സ്പിരിറ്റ് ഓഫ് ദ ടൈം. പിണറായി സഹാവിൻ്റെ പതിരളക്കാൻ നിന്ന വ്യക്തിക്ക് ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി നൽകിയിരിക്കുകയാണ് അദ്ദേഹം എന്ന് മറ്റൊരാൾ കമൻറ്റ് കുറിച്ചിരിക്കുന്നു. ചെയ്തു തന്ന ഉപകാരങ്ങൾക്കൊക്കെ പെരുത്ത് നന്ദിയാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ക്ലൈമാക്സിലെ ഡയലോഗ് അത് അടിപൊളിയായിരുന്നു. മുഖ്യമന്ത്രി തീർത്തും ഒരു കുറിക്കൊള്ളേണ്ട മറുപടിയാണ് മനോരമയ്ക്ക് നൽകിയിരിക്കുന്നത് എന്നതടക്കമുള്ള കമൻറ്റുകളാണ് അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ ജനങ്ങൾ പ്രതികരിക്കുന്നത്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദിയുണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതിൽ ഒരു രണ്ടർത്ഥമുണ്ട്. അത് അത്തരത്തിൽ മനോരമയ്ക്ക് കൊള്ളേണ്ട രീതിയിലാണ് മുഖ്യമന്ത്രി അത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് എന്നതടക്കമുള്ള കമൻറ്റുകളൊക്കെ, വിശേഷണങ്ങൾ, അല്ലെങ്കിൽ ഒരു വിശദീകരണം, ഒരു വ്യാഖ്യാനമൊക്കെ അതിന് വരുന്നുണ്ട്. ആദ്യമായി കതിരും പതിരും ചേർത്തുള്ള സഖാവിൻ്റെ മറുപടിയും മനസ്സ് തുറന്നുള്ള ആദ്യത്തെ ചിരിയും കാണാൻ സാധിച്ചു. ഇതിലും വലിയ മറുപടി സ്വപ്നത്തിൽ മാത്രം. എന്തായാലും മനോരമയ്ക്ക് വയറ് നിറച്ച് കിട്ടി, മനോരമയ്ക്ക് കിട്ടേണ്ടത് കിട്ടി എന്നതടക്കമുള്ള ഒരു വിശദീകരണമാണ്, അല്ലെങ്കിൽ ഒരു വ്യാഖ്യാനം, അല്ലെങ്കിൽ ഒരു കമൻറ്റുകളാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. എന്തായാലും മുഖ്യമന്ത്രി മനോരമയ്ക്ക് കൃത്യമായി മറുപടി നൽകിയെന്ന വിശേഷണമൊക്കെ നൽകിയിരിക്കുകയാണ്. ഈ ചിരിയും ആ മറുപടിയും ഒക്കെ ഒരുപാട് അർത്ഥതലങ്ങളുള്ളതാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വിവാദമായിരുന്നു. അതായത് ജി സുധാകരൻ പാർട്ടി വിട്ടുപോയതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ചെറ്റത്തരമാണ് കാണിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് വലിയ രീതിയിൽ ഇപ്പോൾ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ്. CPM മുൻ നേതാവ് ജി സുധാകരൻ കാണിച്ചത് ചെറ്റത്തരമാണെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. വലിയ വഞ്ചനയാണ് സുധാകരൻ കാണിച്ചതെന്നും കേരളത്തിൽ നിരവധി പേർ 2 ടേം നിബന്ധനയുടെ ഭാഗമായി സ്ഥാനങ്ങളിൽ നിന്ന് മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അവരെല്ലാം കഴിവുള്ളവരാണ്. അക്കൂട്ടത്തിൽ ഒരാളാണ് ജി സുധാകരനും. തനിക്കെന്തോ പ്രത്യേകത ഉണ്ടെന്നാണ് ജി സുധാകരൻ കരുതുന്നത്. പാർട്ടിക്ക് എല്ലാവരും സമന്മാരാണ്. പാർട്ടിക്കെതിരെ രംഗത്തെത്തേണ്ടതെന്ന് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ എടുത്ത നിലപാടിനെ മുഖ്യമന്ത്രി പ്രശംസിച്ചു. പാർട്ടി എന്ന നിലയ്ക്ക് കെ സുധാകരൻ എടുത്ത നിലപാടാണ് നല്ലത്. കെ സുധാകരൻ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടാണ് പാർട്ടി എടുത്തത്. അതിന്റെ അവസാനത്തിൽ പല അഭ്യൂഹങ്ങളും പ്രചരിച്ചു. എങ്കിലും അദ്ദേഹം പാർട്ടിക്ക് വിധേയനായി നിന്നു. അത് നല്ല കാര്യമാണ്. അങ്ങനെയാണ് ഒരു പാർട്ടിക്കാരൻ ചെയ്യേണ്ടതെന്നും മുഖ്യമന്ത്രി ജി സുധാകരൻ വിഷയത്തിൽ പ്രതികരിക്കേണ്ടായി. അങ്ങനെ നോക്കിയാൽ ജി സുധാകരൻ എത്ര വലിയ ചെറ്റത്തരമാണ് കാണിച്ചതെന്നാണ് കാണേണ്ടതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. വഞ്ചനയ്ക്ക് ഇതിൽ പരം വിശേഷണമില്ല. എത്ര വലിയ വഞ്ചനയാണ് സുധാകരൻ കാണിച്ചത്. പാർട്ടി അർപ്പിച്ച വിശ്വാസം മുഴുവൻ കളഞ്ഞു കുളിച്ചു. ഗൂഢാലോചന നടത്തി കോൺഗ്രസ് പിന്തുണയോടെ സ്ഥാനാർത്ഥിയായി മാറി എന്നാൽ എത്ര വലിയ പാതകമാണ് ജി സുധാകരൻ ചെയ്തിരിക്കുന്നത്. പാർട്ടി വലിയ തോതിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു. സഖാക്കളിൽ പാർട്ടിക്ക് വലിയ വിശ്വാസമുണ്ടായിരുന്നു. ഉറച്ച പാർട്ടിക്കാരനായിരുന്നു ജി സുധാകരൻ. മറ്റൊരു തരത്തിൽ കാര്യങ്ങൾ വളരുമെന്ന് പാർട്ടി പ്രതീക്ഷിച്ചില്ല. സാധാരണ രീതിയിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ. പക്ഷേ മുൻപേ ഇതിനുവേണ്ടി കളം ഒരുക്കുകയായിരുന്നു. അതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചതല്ല. സുധാകരനെ അനുനയിപ്പിക്കാൻ താൻ വിളിച്ചിരുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. സ്ഥാനമോഹം വന്നാൽ ഏത് രീതിയിലുള്ള അധംപതനവും വരാമെന്ന് ടി കെ ഗോവിന്ദന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. തളിപ്പറമ്പിൽ വനിത മത്സരിക്കട്ടെ എന്നാണ് ആദ്യമേ തീരുമാനിച്ചത്. PK ശ്യാമളയെ പരിഗണിച്ചു. അവർ നല്ല സ്ഥാനാർത്ഥിയാണ്. പാർട്ടി വിട്ട് ടി കെ ഗോവിന്ദനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആർക്കും തോന്നിയില്ല. അതിന് പാർട്ടിയെ തള്ളിപ്പറയേണ്ട കാര്യമുണ്ടോ? ലജ്ജിക്കുകയാണ് ഈ അധംപതനത്തിൽ.
ചരിത്രത്തിൽ വഞ്ചകന്മാർ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് ഒറ്റപ്പെട്ട സംഭവമാണ്. എം.വി. ഗോവിന്ദന്റെ ഭാര്യ ആയതുകൊണ്ടല്ല ശ്യാമള സ്ഥാനാർത്ഥിയായത്. അവർ നേരത്തെ പാർട്ടി പ്രവർത്തന രംഗത്തുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്തായാലും ജി സുധാകരനെതിരെ അദ്ദേഹം കാണിച്ച ചെറ്റത്തരമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വലിയ വിവാദമായിരിക്കുകയാണ്. തന്നെ ചെറ്റ എന്ന് വിളിച്ചു എന്ന തരത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല തന്നെ ചെറ്റ എന്ന് വിളിച്ചാൽ തനിക്ക് അഭിമാനമേ ഉള്ളൂ എന്ന് ജി സുധാകരന്റെ പ്രതികരണവും വന്നിരിക്കുകയാണ്. CPM വിട്ട് അമ്പലപ്പുഴയിൽ UDF പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിക്കുന്ന ജി സുധാകരനെതിരെ പരിഹാസവുമായി മുതിർന്ന CPM നേതാവ് A. വിജയരാഘവൻ. ജി സുധാകരൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചത് തലകീഴായിട്ടാണെന്നും സഹതാപത്തിനൊരു കണിക പോലും അർഹിക്കുന്നില്ല എന്നും A. വിജയരാഘവന്റെ വിമർശനം. അമ്പലപ്പുഴയിലെ LDF തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു വിജയരാഘവൻ. ജി സുധാകരന് മരിക്കും വരെ MLA ആകണമെന്നാണ് ആഗ്രഹം. അത് നടക്കാത്തത് കൊണ്ട് പാർട്ടി വിട്ട ഏക ആളാണ് ജി സുധാകരൻ. ജി സുധാകരന് ദുരാഗ്രഹമാണെന്നും അതിനൊപ്പം പാർട്ടിക്ക് നിൽക്കാൻ കഴിയില്ലെന്നും A. വിജയരാഘവൻ പറഞ്ഞു. മനുഷ്യ നന്മയുടെ ഗുണങ്ങളുള്ള ആരും ചെയ്യാത്ത പ്രവൃത്തിയാണ് ജി സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഉദ്ധരിച്ച് ഒരാൾ വലതുപക്ഷത്തേക്ക് പോകുന്നത്. സുധാകരൻ VD സതീശന്റെ KC വേണുഗോപാലിന്റെ ഫോൺ കോൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഫോൺ എടുക്കാതിരുന്നതെന്നും A. വിജയരാഘവൻ കുറ്റപ്പെടുത്തി. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന ജി സുധാകരൻ UDF അമ്പലപ്പുഴ ബ്ലോക്ക് ജനറൽ ബോഡിയിൽ പങ്കെടുത്തിരുന്നു. എന്തുകൊണ്ട് ജി സുധാകരന് പിന്തുണ നൽകിയെന്നത് ഉൾപ്പെടെ വിശദീകരിക്കുന്നതിനായിരുന്നു യോഗം ചേർന്നത്. ഇതിനിടെയാണ് അമ്പലപ്പുഴ LDF തിരഞ്ഞെടുപ്പ് കൺവെൻഷനിടെ A. വിജയരാഘവൻ ജി സുധാകരനെതിരെ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നത്. മാത്രമല്ല കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദും ജി സുധാകരനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. മുൻ CPM നേതാവ് ജി സുധാകരൻ കോൺഗ്രസിന്റെ തൊപ്പി ധരിച്ചു നിൽക്കുന്ന ഗതികെട്ട ചിത്രം കാണേണ്ടി വന്നത് ദുഃഖിപ്പിച്ചുവെന്നായിരുന്നു P. പ്രസാദിന്റെ പ്രതികരണം. കമ്മ്യൂണിസത്തെക്കുറിച്ചും മാർക്സിസത്തെക്കുറിച്ചും സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്നതിനെക്കുറിച്ചും പറഞ്ഞിരുന്ന ആളാണ് ജി സുധാകരൻ. ഇന്ന് കോൺഗ്രസിന്റെ തൊപ്പി ധരിച്ചുള്ള ഗതികെട്ട നിൽപ്പാണ് ദുഃഖിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം P. പ്രസാദിനെതിരെ ജി സുധാകരൻ രംഗത്ത് വന്നിരുന്നു. പ്രസാദിനെതിരെ ചേർത്തലയിൽ പോയി പ്രസംഗിക്കുമെന്നും സുധാകരൻ പറഞ്ഞിരുന്നു. തനിക്കെതിരെ പ്രസാദ് അനാവശ്യ പ്രസ്താവന നടത്തി അതിന്റെ ആവശ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു പ്രതികരണം ജി സുധാകരൻ നടത്തിയത്. എന്തായാലും ജി സുധാകരനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മുൻ സഹപ്രവർത്തകനും തമ്മിലുള്ള പോരാട്ടം ശക്തി പ്രാപിക്കുകയാണ്. അതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ഒരു വിമർശനവും കൂടി വരുന്നത്. അതും വിവാദമായിരിക്കുകയാണ്, രാഷ്ട്രീയ വിവാദത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.